ഹായ് ഗൈസ്. അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആണ്. നമ്മൾ ലെങ്തി വീഡിയോ ചെയ്യുന്നതിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ പാർഷ്യൽസ് എങ്ങനെ ബുക്ക് ചെയ്യാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, എന്താണ് പാർഷ്യൽസ് എന്ന്. അപ്പോൾ അതിന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ വേണം, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പാർഷ്യലി ബുക്ക് ചെയ്യാം, ഒരു എൻട്രീനെ എങ്ങനെ പാർഷ്യലി ബുക്ക് ചെയ്യാം ഇൻ MT5. അപ്പോൾ ആ വീഡിയോ ആണ് ഇത്. വീഡിയോ മൊത്തമായിട്ട് കാണുക, ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്താണ് പാർഷ്യൽസ് എന്ന് പറഞ്ഞു തരാം. എക്സാമ്പിൾ, നമ്മളൊരു പൊസിഷനിലോട്ട് ഇന്നായി, ഏതെങ്കിലും ഒരു ലോട്ട് സൈസിലായിരിക്കും. നമുക്ക് അതിനും ഒരു എക്സാമ്പിളിന് എടുക്കാം. ഒരു 1 ലോട്ടാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്, എടുത്ത എൻട്രി പൊസിഷൻ 1 ലോട്ടാണെന്ന് വെച്ചോ. ഈ 1 ലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം വെക്കും. ഈ 1 ലോട്ട് എന്ന് എൻട്രി റൺ ആയിട്ട്, പൊസിഷൻ റണ്ണിങ് ആണ് കറന്റ്, റണ്ണായി പോയി ടാർഗറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ പൊസിഷൻ കറന്റ് പ്രോഫിറ്റിൽ റൺ ആവുകയാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ 1 ലോട്ടിനെ, 1 ലോട്ടാണ്, 1 ലോട്ടിന്റെ താഴെയുള്ള ഏത് പൊസിഷനിൽ വേണമെങ്കിലും ആ എൻട്രീനെ ക്ലോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടാവില്ല പലവർക്കും, ഞാൻ പറഞ്ഞുതരാം. ആ 1 ലോട്ടിന്റെ, ഇപ്പൊ നമ്മൾ ആ 1 ലോട്ടിനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ക്ലോസ് ആവുക, ടോട്ടലി പൊസിഷൻ മൊത്തത്തിൽ ക്ലോസ് ആയി പോകും അല്ലെ. അതിന് പകരം ആ എൻട്രിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ എൻട്രി നമ്മൾ എവിടെ നിന്നാണോ എൻട്രി എടുത്ത് അത് അവിടെ തന്നെ കിടക്കും. ടാർഗറ്റ് എവിടെയാണോ അവിടെ തന്നെ കിടക്കും. സ്റ്റോപ്പ് ലോസ് എവിടെയാണോ അതും അവിടെ തന്നെ കിടക്കും. അതിനെ നമുക്ക് പാർഷ്യലി ബുക്ക് ചെയ്യാം. എങ്ങനെ? 1 ലോട്ടിന്റെ, ഇപ്പൊ ഒരു എക്സാമ്പിളിന് 1 ലോട്ടിന്റെ പകുതിയായിട്ടുള്ള 0.5 ലോട്ടാണ് ഞാൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 ലോട്ടിന്റെ പകുതി 0.5 ലോട്ട് ഞാൻ ക്ലോസ് ആയി കഴിഞ്ഞാൽ, ക്ലോസ് ചെയ്താൽ ബാക്കി എത്ര പെൻഡിങ് ഉണ്ട്? ബാക്കി പകുതി 0.5 ലോട്ട് പെൻഡിങ് ഉണ്ടാവും. അത് അവിടെ കണ്ടിന്യൂ ആയിക്കോളും, ആ എൻട്രി അത് കണ്ടിന്യൂ ആയിക്കോളും. നമ്മൾ ആ 0.5 ലോട്ടിനുള്ള പ്രോഫിറ്റ് എടുത്തു. പ്രോഫിറ്റിലാണെങ്കിൽ പ്രോഫിറ്റിൽ നമ്മൾ എടുക്കാൻ പറ്റും. അത് നമുക്ക് സേഫ് ആക്കാം. ആ പ്രോഫിറ്റ് നമുക്ക് സേഫ് ആക്കാം. അപ്പൊ ആ പ്രോഫിറ്റ് സേഫ് ആക്കുമ്പോൾ താഴേക്ക് വന്നാലും ആ ഒരു എടുത്ത പ്രോഫിറ്റ് സേഫ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് പൊസിഷൻ പാർഷ്യലി ക്ലോസ് ചെയ്യാം. ഇതെങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കലി ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ബാ. ഇവിടെ നോക്ക്, നമുക്കിപ്പോൾ കറന്റ്ലി $130 പ്രോഫിറ്റിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഈ പൊസിഷനെ എനിക്കിപ്പോൾ പാർഷ്യലി ക്ലോസ് ചെയ്യണം. എങ്ങനെയാ? ഇപ്പൊ കറന്റ്ലി ഇത് എടുത്തിരിക്കുന്ന ലോട്ട് സൈസ് എത്രയാ? 0.3 ലോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പൊസിഷൻ ഞാൻ നോർമലി എങ്ങനെ ക്ലോസ് ചെയ്യാൻ പോവുക? നോർമലി നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ വരും. നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ഒരു വിൻഡോ വരും. ക്ലോസ് പൊസിഷനിൽ പോകുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരില്ലേ? ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വന്നിരിക്കും. നിങ്ങൾ ഏത് ഫോണിലാണെങ്കിലും ലാപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും. അതിൽ ഇപ്പൊ നമുക്ക് ക്ലോസ് വിത്ത് പ്രോഫിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പൊസിഷൻ ടോട്ടലി ക്ലോസ് ആവും. കാരണം ഇതിന്റെ മേലെ ഇവിടെ കാണുന്നുണ്ടോ ലോട്ട് സൈസ്? ഇത് നമ്മൾ എൻ്റർ ആയ ലോട്ട് സൈസ് ആണ്, 0.3 എന്നുള്ള ലോട്ട് സൈസ്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0.2 എന്നാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ 0.1 എന്നാക്കിയാൽ, ഇനി ഞാൻ അവിടെ ക്ലോസ് ചെയ്യുന്നത് ഈ പൊസിഷൻ 3 ലോട്ടിലെടുത്തു. 0.3 ലോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്യുന്നത് ഈ 0.3 ലോട്ടിലത്തെ ജസ്റ്റ് 0.1 ലോട്ട് മാത്രമേ ക്ലോസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ പെൻഡിങ് അവിടെ 0.3 ലോട്ട് അവിടെ റണ്ണിങ് ആണ്, റണ്ണിങ് ആവും. നോക്കിക്കോ, ഇപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ ആ 0.1 ലോട്ട് മാത്രം ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ കറന്റ്ലി അതേ എൻട്രി അടിച്ച അതേ പൊസിഷനിൽ ബാക്കി ഇപ്പൊ റൺ ആവുന്നത് ബാക്കി പൊസിഷനാണ്. അടുത്ത ലോട്ടിനേക്കാളും നമ്മൾ എത്രയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തത് അതിൻ്റെ ബാക്കി പൊസിഷൻ അവിടെ റൺ ആവും. ഇനി അത് പോയി ക്ലോസ് ചെയ്ത് ലോസിലായാൽ പോലും നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി? ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചും കൂടി മേലെ പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 0.2ലല്ലേ ഇപ്പോൾ നമ്മൾ 1 ലോട്ടല്ലേ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. 0.1 ലോട്ടേ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരു 1 ലോട്ടും കൂടി ക്ലോസ് ചെയ്ത് കളയല്ല, നമ്മളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാണ്, ക്ലോസ് ചെയ്ത് കളയല്ല. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി റൺ ആവുന്നത് 0.1 ലോട്ട് മാത്രമേ റൺ ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കി 0.2 ലോട്ട്
2 പ്രാവശ്യം നമ്മളെടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇപ്പോൾ 0.1 ആണ് ഇപ്പോൾ റണ്ണിങ്. ഇനി ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് താഴെയാക്കാം. എവിടെ വരെ പോകാൻ പറ്റും നമുക്ക്? 0.01 വരെ നമുക്ക് പോകാൻ പറ്റും. 0.01 വരെ. 0.1 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി ഇതിനെ ക്ലോസ് ചെയ്യണമെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഇവിടെ പോയിട്ട് ബാക്കി പൊസിഷൻ ആയിട്ടുള്ള ഒരു 0.5 ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തു. നോക്ക്, നമ്മളുടെ ബാക്കി ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തത് 0.1 നിന്ന് 0.05 ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി ബാലൻസ് ഉള്ള 0.05 ആണ് ഇപ്പോൾ കറണ്ട് റൺ ആവുന്നത്. 0.1ന്റെ പകുതിയാണല്ലോ 0.05. അപ്പോൾ ബാക്കി പകുതി പൊസിഷൻ അവിടെ റൺ ആവും. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും സേഫ് ആക്കാം. ഇപ്പൊ ഇതിങ്ങനെ ഈ ലോട്ട് കുറയ്ക്കും തോറും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ $32 ഞാൻ ഒന്നുകൂടി ഞാനിത് ക്ലോസ് ആക്കിയാലോ, ഒരു 0.2 ക്ലോസ് ചെയ്യാം. ഒന്നും കൂടി ക്ലോസ് ആക്കിയാൽ ബാക്കി ഇപ്പോൾ ബാലൻസ് റൺ ആവുന്നത് 0.03 ആണ്. സ്റ്റോപ്പ് ലോസ് സെയിം സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ $19 ആയി. എൻട്രി സ്റ്റിൽ റണ്ണിങ്ങിലാണ്. പാർഷ്യലി ബുക്ക് ചെയ്യുന്നത് ഇതേപോലെ പെട്ടെന്ന് തന്നെ അല്ല, അത് നിങ്ങളുടെ ലോജിക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾക്കൊരു പൊസിഷൻ എങ്ങനെ പാർഷ്യലി ക്ലോസ് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോ, നമുക്ക് അവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഇതേപോലെ ട്രേഡിംഗ് റിലേറ്റഡ് യൂസ്ഫുൾ കണ്ടൻസ് ഇനിയും വേണമെങ്കിലും കമൻറ്റ് ചെയ്തോ. വേണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾക്കത് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയണം, എനിക്കറിയില്ല.